ഹായ്, ഹലോ, നമസ്കാരം. ഞാനിപ്പോ തേക്കടിയിലാണ് നിക്കുന്നത്. ഈ ഒരു വർഷത്തിനിടയിൽ 3-ാം തവണയാണ് ഞാനിവിടെ വരുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും അതിനു വേണ്ടി തേക്കടിയിൽ എന്താ ഉള്ളതെന്ന്. എല്ലാവരും എന്നോട് ഇത് തന്നെയാ ചോദിക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടെ സമയം ചിലവഴിക്കുന്നത് ചെങ്കര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ. തേക്കടിയിലാണ് സ്റ്റേ എങ്കിലും ചെങ്കരയിൽ പോയി കാണുകയാണ് എനിക്ക് ഏറ്റവും വലിയ രസമായിട്ട് എനിക്ക് തോന്നാറുള്ളത്. പക്ഷെ ഒരു കാര്യം കേട്ടോ, ഇത്തവണ എനിക്ക് ചെങ്കര പോവാൻ സാധിച്ചില്ല. എന്തായിരുന്നാലും ആ ചെങ്കരയുള്ള റൂട്ട് ഞാൻ നിങ്ങളെ ഒരു ദിവസം ഞാൻ കാണിക്കുന്നതാണ് വേറൊരു വീഡിയോ ആയിട്ട്. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് ഇവിടുത്തെ ജീപ്പ് സവാരിയാണ്. അതിന് കാരണമുണ്ട് കേട്ടോ. നല്ല നല്ല രീതിയില് വെർത്ത് ഈ ഒരു യാത്ര. കാരണം 8 പേർക്ക് രൂ. 2,500 രൂപയേ ആവുന്നുള്ളൂ നമുക്ക് ഒരു ജീപ്പ് സവാരിയില്. ഒരുപാട് റൂട്ടുകൾ വേറെ ഉണ്ടെങ്കിലും ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു റൂട്ട് എന്ന് പറയുന്നത് ഇവിടെ ഈ പുൽമേട് ആഹ്, റൂട്ടാണ് കേട്ടോ. പുൽമേട് സത്രം. നിങ്ങള് ശബരിമല യാത്രയിലൊക്കെ കേട്ടിട്ടുണ്ടാവും. സത്രത്തിൽ പോയി പുൽമേട് വഴി സന്നിധാനത്തോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ അത് സീസൺ സമയത്തേ അതുവഴി കടത്തി വിടത്തുള്ളൂ. കാരണം അല്ലാതെ ഡേഞ്ചറാണ്. കാരണം ഒരുപാട് മൃഗങ്ങളൊക്കെ ഉള്ള റൂട്ടാണ്. അപ്പൊ ഈ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ കാണുക എന്ന ലക്ഷ്യം തന്നെയാണ് മെയിൻ ഞാൻ ഈ ജീപ്പ് സവാരി സെലക്ട് ചെയ്യാൻ, പ്രത്യേകിച്ച് ഈ ഒരു റൂട്ട് സെലക്ട് ചെയ്യാൻ കാരണം. അതുമാത്രമല്ല, പിന്നെ ഇവിടുത്തെ ഒരു ട്രക്കിംഗ് വൈബ് ഉണ്ടല്ലോ. ഈ ഒരു റൂട്ടില് ജീപ്പില് നല്ല ദേഹമൊക്കെ ഇടിച്ച് കലങ്ങി നല്ല രീതിയിൽ പോകുന്ന ഒരു വൈബുള്ള റൂട്ടുണ്ട്. ആ റൂട്ട് ഇപ്പൊ പ്രായമായവരെ സംബന്ധിച്ചോളംന്ന് പറഞ്ഞാൽ ഇച്ചിരിയൊക്കെ ബുദ്ധിമുട്ടാണ് ഇതുവഴിയൊക്കെ ഒന്ന് പോവുക എന്നത് പറയുന്നത്. എന്നാലും അതൊന്ന് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും കേട്ടോ. നല്ലൊരു റൂട്ടാണ്. പിന്നെ ഞാന് ഈ പോകുന്ന വഴിയിലൊക്കെ എന്താ പറയാ തേയിലത്തോട്ടങ്ങളും, പിന്നെ ഏലക്കാടുകളും, ഏലക്കാടിന്റെ ഒരു തോട്ടവും, പിന്നെ മറ്റു പഴവർഗ്ഗങ്ങളുടെ ചെറിയ ചെറിയ തോട്ടങ്ങളുമായിട്ട് ഇങ്ങനെ ഇഷ്ടംപോലെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നമ്മളെ കേരളത്തിലെ ഏറ്റവും ഭംഗി കൂട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ തേയില ഫാമുകൾ. അല്ല സ്ഥലമൊന്നല്ല, ഈ ഒരു ഫാം കാണുന്നത് പറഞ്ഞാൽ തേയിലയുടെ ആ ഒരു ഒരു നല്ല രീതിയിൽ ചേർന്ന് വെച്ചിരിക്കുന്ന ആ ഒരു ഭംഗി തന്നെയാണ്. അങ്ങനെ അതും കണ്ട് ഞങ്ങളിങ്ങനെ ഒരുപാട് ദൂരം ഇങ്ങനെ സഞ്ചരിച്ച് പലതരത്തിലും അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ 5000 ഏക്കറോളം എവിടിയുടെ തേയില ഫാമാണ് ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ആ ജീപ്പ് ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്. എവിടിയുടെ 5000 അല്ല കേട്ടോ, 50,000 ഏക്കറോളം പിന്നെ നിറഞ്ഞു നിൽക്കുന്നതാണ് ഇവിടുത്തെ തേയില ഫാം. പിന്നെ എന്താ പറയുക, അപ്പോൾ അത്തരത്തിലുള്ള ഫാമുകളും ഒക്കെ കണ്ട് നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനസ്സിന്റെ സുഖമുണ്ടല്ലോ. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ക്ലൈമറ്റ് തന്നെയാണ്. ഞാൻ കഴിഞ്ഞ 2 തവണ പോയപ്പോഴും ക്ലൈമറ്റ് ഒരു കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ സീസൺ അല്ലെങ്കിൽ കൂടിയും നല്ലൊരു ക്ലൈമറ്റ് തന്നെയായിരുന്നു. പക്ഷേ ഇത്തവണ എന്തെന്നറിയില്ല, സീസണാണ് പോയതെങ്കിലും എന്തോ എനിക്ക് അത്രത്തോളം ക്ലൈമറ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. എന്താണെന്നറിയില്ല. ചിലപ്പോൾ നമ്മുടെ പ്രകൃതിയിൽ വന്ന മാറ്റങ്ങൾ തന്നെയാവും. നമ്മൾ തന്നെയാണ് കാരണം. ദയവീത് അതും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ നമ്മളെ തന്നെ സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് തരത്തില് പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അതും നിങ്ങൾ ഓർക്കേണ്ടതാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനേക്കാളും ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്കിങ്ങനെ പോകാം. പിന്നെ അവിടെ ഏറ്റവും കൂടുതൽ കണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങള് പോകുന്ന വഴിയിലൊക്കെ ചെറിയ ചെറിയ മൃഗങ്ങളെ കാണുമെന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു പോയിരുന്നത്. അങ്ങനെ ചില പ്രദേശങ്ങളിലെത്തിയപ്പോഴേക്കും അങ്ങ് ദൂരെയായിട്ട് കുറച്ച് ജീവജാലങ്ങളെയൊക്കെ കാണാൻ സാധിച്ചു. പിന്നെ ഈ ഒരു വൈബിന്റെ ഇടയിലും ചെറിയ ചെറിയ വീടുകളിൽ താമസിക്കുന്ന അത് ഈ ഫാമിലെ തോട്ടത്തൊഴിലാളികളുടെ വീടുകളാണ്. അത് കാണുമ്പോൾ നമുക്ക് ഇച്ചിരി കഷ്ടം തോന്നുമെങ്കിലും അവരുടെ ജീവിതമാർഗ്ഗം അതാണല്ലോ. ആം, അതുകൊണ്ട് അവർക്ക് അവിടെ താമസിക്കുന്നതിന് വല്ല പ്രശ്നങ്ങളുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ, പിന്നെ ഏറ്റവും രസകരമായി തോന്നിയ ഈ വഴിയിലൂടെയുള്ള യാത്ര തന്നെയാണ്. ജീപ്പില് ഇങ്ങനെ ട്രക്കിംഗ് റൂട്ട് വളരെ ബുദ്ധിമുട്ടി ഇങ്ങനെ എപ്പഴും നമ്മളെ കൊണ്ടുപോകുന്ന യാത്രക്കാരെ യാത്രാ അനുഭവം നൽകുന്ന ഈ ജീപ്പ് സവാരിയില് ഓട്ടിക്കുന്ന ഡ്രൈവർ ചേട്ടന്മാരുടെ കാര്യമാണ് ഞാൻ ആലോചിക്കാറുള്ളത്. കാരണം എന്താ പറയുക, അവരത്രയും ബുദ്ധിമുട്ടി ഇപ്പോ പുറമെ കേൾക്കുമ്പോൾ ഇപ്പോ നല്ലൊരു തുകയാണെന്ന് പലർക്കും തോന്നുമെങ്കിലും അവരുടെ ജീവിത മാർഗ്ഗവുമാണ്. കാരണം അവർക്ക് ഇത്തരത്തിലുള്ള ഒരു ഇത് കിട്ടിയാൽ മാത്രമേ സഞ്ചാരികൾക്ക് ഭംഗിയുള്ള കാഴ്ചകൾ കാണാനും, പിന്നെ അവർക്ക് ജീവിക്കാനും സാധിക്കത്തുള്ളൂ. ആ കാര്യവും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മളവിടെ എന്തുകൊണ്ട് ഞാനിത് വർത്ത് ഇട്ട് ആയിട്ടുള്ള ഒരു യാത്ര എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആ തരത്തിലും കൂടെ ചിന്തിക്കണം. കാരണം ഒരു യാത്ര
തിരിക്കുന്ന നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ എവിടെയെങ്കിലും യാത്ര പോകാൻ ആഗ്രഹിക്കുന്ന പല വ്യക്തികളും കയ്യിൽ കാശില്ലാതെ എന്തായാലും പോകത്തില്ല. പോകുന്നവരുണ്ട് കേട്ടോ. അത് അല്ലാതെ പോകുന്നവരുണ്ടാകാം. എന്നാലും നമ്മള് ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും ക്യാഷോട് കൂടി തന്നെയാണ് പോകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മനോഹരമായ കാഴ്ച, അതിലുപരി നമ്മുടെ മനസ്സിന് സുഖം നൽകുന്ന അനുഭവങ്ങള് ഇതൊക്കെ കിട്ടുക എന്നാണ്. എന്നാൽ ഇത്തരം വിനോദസഞ്ചാര കേന്ദ്രങ്ങളില് ഇത്തരം വാഹനങ്ങൾ ഓട്ടിക്കുന്ന ചേട്ടന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വയറ്റിപ്പിഴപ്പാണ്. അവരുടെ ജീവിത മാർഗ്ഗമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ അവർക്ക് അവരുടേതായ ഒരു വരുമാനം ലഭിച്ചേ മതിയാകൂ. ഉം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വർത്ത് ഇറ്റ് ആയിട്ടുള്ള യാത്ര കൂടി ആക്കും നിങ്ങൾക്ക് ഈ ഇത്തരത്തിലുള്ള യാത്രകളില്. നമ്മള് എപ്പോഴും ഞാൻ പറയും തകഴി, മൂന്നാറ്, ഊട്ടി, കൊടൈക്കനാൽ എന്നൊക്കെ പറയുന്ന സ്ഥിരം കേൾക്കുന്ന സ്ഥലങ്ങളാണെങ്കിലും ഇത്തരത്തിൽ ഒരുപാട് കാണാം ഈ അതേ പ്രദേശങ്ങളിൽ തന്നെ കാണപ്പെടാത്ത ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. നമ്മളായിട്ട് തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ നമ്മള് ശ്രമിക്കണം. എന്നാൽ തന്നെ ഇങ്ങനത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഞങ്ങള് സഞ്ചരിച്ച് ഒരു കുന്നിന്റെ പുറത്തെത്തി. അവിടെ ഈ പുൽമേടെന്ന് പറയുന്നത് തന്നെ അവിടെ ആ പുല്ലുകളുണ്ടല്ലോ, അത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ് കേട്ടോ. ഒരുപാട് പേർക്ക് അറിയായിരിക്കാം. എന്നാലും ഞാൻ പറയുകയാണ്. ആ പുല്ലുകളിൽ നിന്നാണ് ഈ പുൽത്തൈലം ഉണ്ടാക്കുന്നത്. അതായത് നമ്മള് അരോമാസ് ഉണ്ടാക്കുന്ന പുൽത്തൈലം കേട്ടിട്ടുണ്ടാവുമല്ലോ. നല്ല മണമുള്ള, നല്ല അരോമ ലഭിക്കുന്ന ആ പുൽത്തൈലങ്ങൾ ഉണ്ടാക്കുന്നത് അതിൽ നിന്നായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അത് ആ ചേട്ടൻ പറഞ്ഞു തന്ന കാര്യമാണ്. കാരണംന്ന് പറഞ്ഞാല് ഇന്ന് അതിന്റെ എസൻസുകള് കൃത്രിമമായിട്ട് ഉണ്ടാക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് അധികം ആൾക്കാര് അത് വന്ന് എടുക്കുന്നില്ല. എന്നാൽ ഒരു കാലഘട്ടത്തില് ഈ പുല്ലുകള് അത് പറിച്ച് എനിക്ക് അങ്ങനെ ഒടിച്ച് കാണിച്ചു തന്നു. അതിന്റെ മണം നമുക്ക് കിട്ടി. അത് തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിലുള്ള അനുഭവം ഉണ്ടായിരുന്നു. നിങ്ങൾ എന്തെങ്കിലും പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ഒന്ന് ചോദിച്ചു നോക്കണം. ഇനി മിക്കവാറും ജീപ്പ് ചേട്ടന്മാർ അത് ചെയ്യാറുണ്ട്. എന്നാലും നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക. ചേട്ടാ ഇങ്ങനെ ഒരു പുല്ലുണ്ടോ? എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത്? ഈ മണം എന്താണ്? എങ്ങനെയാണെന്നൊക്കെ കാര്യങ്ങൾ വിശദമായിട്ട് അവര് തന്നെ നമുക്ക് പറഞ്ഞു തരും. പിന്നെ നിങ്ങൾ ഈ കാണുന്ന റൂട്ട് പോലുള്ള റൂട്ടുകളൊക്കെ നല്ല രസമായിട്ട് നമുക്ക് അനുഭവിച്ച് പോകാൻ പറ്റും. പ്രത്യേകിച്ചും ജീപ്പ് തുറന്നിട്ട് സഞ്ചരിച്ചാലുണ്ടല്ലോ അതിലും ഗംഭീരമായിരിക്കും. കാരണം ലൈവ് കാറ്റ് ലഭിച്ച ആ ഒരു തണുത്ത അന്തരീക്ഷത്തിൽ കോടകൾക്കിടയിലൂടെ സഞ്ചരിക്കുന്നത് അതൊരു വേറൊരു വൈബ് തന്നെയാണ്. അതും കണ്ട് ഈ ഏലച്ചെടികൾ കണ്ട് ഏലക്കാടുകൾക്കിടയിൽ ചെന്ന് നമുക്കിങ്ങനെ കാടുകൾക്കിടയിൽ നിന്ന് നേരിട്ടൊന്നും കേറാൻ പറ്റത്തില്ലല്ലോ. ഇഴജന്തുക്കൾ എന്തായാലും ഉണ്ടാവും. നമ്മളതൊക്കെ നോക്കിയും കണ്ടും വേണം നമുക്ക് മുന്നോട്ട് പോവാൻ. നമ്മളതൊക്കെ കണ്ട് ആസ്വദിച്ച് മാക്സിമം പോവുക. പോയി കണ്ട് രസകരമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അനുഭവം വേറെ തന്നെയാണ്. നിങ്ങളൊന്ന് ഒരിക്കെങ്കിലും നിങ്ങള് ഇത്തരം സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇങ്ങനത്തെ വേറിട്ട കാഴ്ചകൾ കണ്ട് മുന്നോട്ട് പോകാൻ എല്ലാവരും ശ്രമിക്കുക. അതാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യം. അങ്ങനെ ഞങ്ങള് അവിടെ നിന്ന് നമ്മളുടെ പുറകെ തന്നെ കുറേ ജീപ്പുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സീസൺ ആയതുകൊണ്ടാണ് നല്ല തിരക്ക്. അല്ലെങ്കിൽ ഇത്രത്തോളം തിരക്ക് അങ്ങനെ അനുഭവപ്പെടാറില്ല. ഇതിപ്പോ സീസൺ ആവുമ്പോൾ ഉറപ്പായിട്ടാണ് എല്ലാ സ്ഥലത്തും അങ്ങനെയാണല്ലോ. പ്രത്യേകിച്ച് നമ്മള് ഒരു സമയത്ത് കൊറോണ പേടിച്ച് വീട്ടിൽ ഉള്ളിലിരിക്കേണ്ട ഗതികേട് വരുമോ എന്ന് പേടിച്ച് ഒരുപാട് പേര് ഇന്ന് യാത്രകൾക്ക് വേണ്ടി ഒരു അവസരം കിട്ടിയാൽ മാക്സിമം യാത്രകളെ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പലരും. ആ തരത്തില് നമ്മളെല്ലാവരും ഒന്ന് പോവാൻ ശ്രമിക്കുക. മാക്സിമം യാത്രകൾ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. പറ്റുന്ന അവസരങ്ങളിൽ ആരെയും ബുദ്ധിമുട്ടിക്കാത്ത തരത്തിൽ നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള പുൽമേടുകൾ കണ്ട് അങ്ങനെ നമ്മൾ ആസ്വദിച്ച് മുന്നോട്ട് പോയി. പുൽമേടും കുന്നിൻ ചെരിവുകളൊക്കെ ഇങ്ങനെ കണ്ടങ്ങനെ രസിച്ചങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങ് ദൂരെ ഒരു മലയിലായിട്ട് കുറച്ച് പേര് പറയുകയുണ്ടായി. അവിടെ എന്തോ ഒരു മൃഗമുണ്ട്. അതിന്റെ എന്തൊക്കെയോ ചലനങ്ങൾ കിട്ടുന്നുണ്ട്. കാരണം അവിടെ സ്ഥിരം വരുന്ന ഈ ഡ്രൈവർ ചേട്ടന്മാര് തന്നെയാണ് പറയുന്നത്. ഇവിടെ ഇങ്ങനെ മൃഗങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. നല്ലൊരു സാധ്യതയുള്ള പ്രദേശമാണ്. എന്താണെന്ന് നോക്കാൻ വേണ്ടി അങ്ങ് ദൂരെ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, എന്റെ ക്യാമറ എടുത്ത് ഞാൻ സൂം ചെയ്ത് നോക്കിയപ്പോൾ അതാ കാണുന്നു 2 നല്ല മെയിൽ മാനുകളാണെന്ന് തോന്നുന്നു. വലിയ കൊമ്പുള്ള 2 മാനുകൾ തമ്മിൽ അടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഭയങ്കര രസകരമായ കാഴ്ചയായിരുന്നു കേട്ടോ. എന്റേല് ഉണ്ടായിരുന്നത് ഒരു P900 നിക്കോണിന്റെ P900 എന്ന ടെലിസ്കോപ്പിക് ലെൻസ് ഉള്ള ഒരു ക്യാമറയാണ് എന്റേലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ അടുത്ത് നിന്നവർക്കും കൂടി എനിക്ക് കാണിച്ചു കൊടുക്കാൻ സാധിച്ചില്ല. എനിക്ക് ആ സമയം ഒരു അഭിമാനവും കൂടി തോന്നി. കാരണംന്ന് പറഞ്ഞാൽ ഇത്ര ലോങ് ആയിട്ടുള്ള ഒരു ആം, സ്ഥലത്ത് ഈ ഒരു ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാൻ സാധിച്ചു. അത് എനിക്ക് എത്രത്തോളം സക്സസ് ആവുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ നല്ല രസമുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു. പിന്നെ ഞാന് മുന്നോട്ട് പോയപ്പോ അവിടെ എന്റെ റൂമിന്റെ അടുത്തായിട്ട് ഒരു ഇത് കണ്ടായിരുന്നു കേട്ടോ. ഒരു മരം. ആ മരത്തില് അത് കരിങ്കുരങ്ങാണോ അതോ സിംഹവാലൻ കുരങ്ങാണോന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് കമന്റിലൊന്ന് നിങ്ങള് പറഞ്ഞു തന്നതായിരിക്കും ഏത് കുരങ്ങ് ഇത് എന്തായാലും കുരങ്ങുകളായിരുന്നു. വലിയ വലിപ്പമുള്ള കുരങ്ങുകളായിരുന്നു. ഞാൻ അതും ക്യാമറയില് സൂം ചെയ്ത് നോക്കി. നിങ്ങൾ ഈ കാണും പോലെ തന്നെയാണ്. അതെന്ത് ടൈപ്പ് കുരങ്ങാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് കരിങ്കുരങ്ങോ സിംഹവാലൻ കുരങ്ങോ എന്ന് എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു. കാരണം ദൂരെ നിന്നുള്ള കാഴ്ചയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങള് നേരെ ആന സഫാരിക്കാണ് പോയത് കേട്ടോ. അങ്ങനെ ഫാമിലി എല്ലാവരെയും കൊണ്ട് അച്ഛനെയും അമ്മയും
എല്ലാരെയും ആനേരെ പുറത്ത് കയറ്റിയപ്പോൾ അവർക്ക് ഇച്ചിരി ഭയം ഉണ്ടായിരുന്നെങ്കിലും നിർബന്ധിച്ച് കയറ്റി. അതും ഭയങ്കര ഒരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ ഏഹ്, ഈ ഒരു ആനയുടെ കാഴ്ചകളും ഒക്കെ കണ്ട് ഞങ്ങളും കേറി. പിന്നെ നല്ല രസമായിരുന്നു കേട്ടോ അത്. അത് കഴിഞ്ഞ് നേരെ ഞങ്ങള് രാവിലെ മോർണിംഗിന് നല്ല കോടമഞ്ഞിരിക്കുന്ന നമ്മള് ഹോട്ടലിൽ നിന്നും താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മള് രാവിലെ ഒരു മോർണിംഗ് വാക്ക് പോലെയൊക്കെ ഒന്ന് നടന്നു കേട്ടോ ഞങ്ങള്. ഒന്ന് നടന്ന് ഇങ്ങനെ കാപ്പിത്തോട്ടത്തിന്റെ ആ ഭാഗത്തൂടെയൊക്കെ ഇങ്ങനെ നടന്ന് ഭയങ്കര ഒരു കാഴ്ചകളൊക്കെ കണ്ടു. നല്ല മഞ്ഞ് ഇങ്ങനെ പെയ്തിറങ്ങുന്ന ഒരു സമയമായിരുന്നു കേട്ടോ. രാവിലെ സമയമായിരുന്നു. അതുകൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയും തന്നെയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങള് നേരെ ഞങ്ങളത് തമിഴ്നാട് റൂട്ട് വഴിയാണ് വന്നത് കേട്ടോ. കമ്പം, തേനി റൂട്ടിലോട്ടാണ് വന്നത്. അവിടുന്ന് 15 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അവിടെ ഇപ്പോഴും നല്ല രീതിയില് മുന്തിരി പാടം കണ്ട് വരാനായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചത്. തമിഴ്നാട് വഴി വരിക. അങ്ങനെ ഞങ്ങളൊരു ഫാമിൽ കേറി അവിടെ നല്ല മുന്തിരിക്കൊലകള് നിൽക്കുന്നത് കണ്ടു. പലരും പോയിട്ടുണ്ടാവും. എന്നാലും ഈ ഒരു സമയത്ത് പോകുമ്പോൾ നല്ലൊരു ഇതാ. കാരണം അവിടെ തണുപ്പിൽ നിന്ന് നേരെ ചൂടിലോട്ട് ഇറങ്ങിയ ഒരു അനുഭവമായിരുന്നു. എൻ്റെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ഈ നല്ല തണുപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ മുന്തിരികളൊക്കെ നല്ല രീതിയില് ഉണ്ടാവൂ എന്നൊക്കെ. തണുപ്പും വേണം ഇല്ലെന്നല്ല. പക്ഷേ ഇങ്ങനെ ഒരു ക്ലൈമറ്റിലും ഉണ്ടാകും. കാരണം തമിഴ്നാട് ആ പ്രദേശത്താണ് അതുണ്ടായത്. വെറും 15 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ. ചുരം ഇറങ്ങി വേണം നമ്മൾ ഇവിടെ എത്താൻ. അങ്ങനെ അവിടെ വന്ന് നല്ല മുന്തിരിപ്പാടത്തിന്റെ ഇടയില് നല്ല വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ വൈബ് ആസ്വദിച്ച് തൊട്ടടുത്തുള്ളൊരു ഹോട്ടലില് പോയി ഞങ്ങള് നല്ലൊരു തമിഴ്നാട് സ്റ്റൈല് ബിരിയാണിയൊക്കെ കഴിച്ചു കേട്ടോ. ഞങ്ങള് നല്ലൊരു ആസ്വാദിച്ചുള്ളൊരു യാത്ര തന്നെയായിരുന്നു. നിങ്ങളും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് പോയി നോക്കണം.